നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 വൃശ്ചിക മാസം 18-ാം തീയതി, അതായത് 2025 ഡിസംബർ മാസം 4-ാം തീയതി വ്യാഴാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ വ്യാഴാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:32, അസ്തമയം വൈകിട്ട് 5:57. നാളത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു. നാളത്തെ തിഥി ചതുർദശി തിഥിയാകുന്നു. കാലത്ത് 8:35 മുതൽ നാളെ ചതുർദശി തിഥിയാകുന്നു. തിഥി നാളെ അത്ര ഗുണമുള്ള തിഥിയല്ല. ചതുർദശി ഒരു തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. അപ്രകാരം 3 തിഥികളാണ് ജ്യോതിഷത്തിലുള്ളത്: ചതുർത്ഥി, നവമി, ചതുർദശി. 4, 9, 14. അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും വളരെ ദുർബലമായ തിഥിയാണെന്നറിയുക. നാളത്തെ വെളുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് പൗർണമിയായി. വെളുത്തപക്ഷത്തിലെ ചതുർദശി കഴിഞ്ഞാൽ പിന്നെ തിഥി പൗർണമിയാണ്. നാളത്തെ ദിനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയണം. വൃശ്ചിക മാസത്തിലെ കാർത്തിക തൃക്കാർത്തിക എന്നാണ് അറിയപ്പെടുക. വൃശ്ചിക മാസത്തിലെ കാർത്തികയും പൗർണമിയും കൂടുന്ന ദിനത്തിന് തൃക്കാർത്തിക എന്ന് പറയുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും വളരെ പ്രാധാന്യത്തോടുകൂടി ആചരിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് തൃക്കാർത്തിക മഹോത്സവം. ദീപാവലിക്ക് സമാനമായൊരു ഉത്സവമാണ് തൃക്കാർത്തിക. പ്രകാശത്തിൻ്റെ ഉത്സവമാകുന്നു തൃക്കാർത്തിക. ജഗദീശ്വരിയായ ആദി പരാശക്തിയുടെയും സുബ്രഹ്മണ്യൻ്റെയും പ്രധാന ദിനമായി തൃക്കാർത്തിക കൊണ്ടാടപ്പെടുന്നു. നവരാത്രി ദിനം പോലെ തന്നെ ഭഗവതി പൂജയ്ക്കും ഈ ദിനം വളരെ വിശേഷകരമായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതിനാൽ ഭുവനേശ്വരി, ദുർഗ, ഭദ്രകാളി, മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി തൃക്കാർത്തിക ഉത്സവം ആഘോഷിച്ചു വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിൻ്റെ ഒരു ഭാഗഭാക്കാവുക. നാളെ കാർത്തിക നക്ഷത്രമാണെന്ന് പറഞ്ഞു. നാം വാങ്ങാനും കൊടുക്കാനും അനുകൂലമായൊരു നക്ഷത്രമല്ല കാർത്തിക നക്ഷത്രം. കൃത്രിക, ഭാഗ്യമൂലാശ്ച, മഹാ, ചിത്രാജ്യ, രേവതി, ആദാതവ്യം ന ദാതവ്യം ശേഷന്തു വിനശ്യത് എന്ന് പ്രമാണം തന്നെയുണ്ട്. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും അനുകൂലമായ നക്ഷത്രമല്ല. അപ്രകാരം ചെയ്യുകയാണെങ്കിൽ തശേഷന്തു വിനശ്യതി, അതിനെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയപ്പെടുന്നു. അതിനാൽ വാങ്ങൽ കൊടുക്കൽക്ക് നാളത്തെ ദിനം അനുകൂലമല്ല. നാളെ സുബ്രഹ്മണ്യൻ്റെ ദിനമാണെന്ന് പറഞ്ഞു. ആദിപരാശക്തിയുടെ ദിനമാണ്. അതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും വഴിപാടുകൾ ചെയ്ത് നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളിൽ നിന്നും മോചനം നേടാനായി പ്രാർത്ഥിക്കുക. നാളത്തെ ദിനം നാളെ 3 മണി കഴിഞ്ഞാലാണ് പൗർണമി തിഥി വരുന്നത്. 3 മണി മുതൽ പൗർണമി തിഥിയാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് വിഷയത്തിലേക്കും വളരെ അനുകൂലമായൊരു മുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നൽകുന്നതാണ്. നാളെ കാലത്ത് 9:45 മുതൽ 11:30 വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താം. നന്ദി, നമസ്തേ.